എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സൂപ്പർ അബ്സോർബന്റ് പോപ്പീസ് ഡയപ്പർ. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. റോക്ക് വാൽ മൗണ്ടൻ റിട്രീറ്റ്, കക്കാടംപൊയിൽ, നായാടംപൊയിൽ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏദൻ ഗാർഡൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് PV അൻവർ ഒരു ഘടകമേ അല്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. നിലമ്പൂർ PVC ഓഡിറ്റോറിയത്തിൽ CITU മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷ സർക്കാരിനെതിരെ നടന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് PV അൻവറിനെ ഇടതുപക്ഷത്തു നിന്നും UDF പക്ഷത്തേക്ക് മാറ്റിയത്. ഇന്നലെ വരെ UDFനെ വിമർശിച്ചിരുന്ന PV അൻവറിന് എങ്ങനെ UDF ജനപക്ഷമായി മാറിയെന്നും TP രാമകൃഷ്ണൻ ചോദിച്ചു. അൻവർ ഏത് പാളയത്തിലുള്ള UDFനെതിരായി വലിയ ശക്തമായി നിലപാടെടുത്തിരുന്ന അൻവർ ഇപ്പോൾ UDFന്റെ പക്ഷത്തല്ലേ? UDF അൻവർ വരുന്ന സമയത്ത് UDF ജനവിരുദ്ധമായ ചേരിയിലാണെന്നുള്ളത് അൻവർ തന്നെ പ്രഖ്യാപിച്ചില്ലേ? ആ UDF എങ്ങനെ ജനപക്ഷത്തെത്തിയപ്പോ ജനപക്ഷത്ത് വന്നു എന്നല്ലേ അൻവർ തന്നെ അവകാശപ്പെടുന്നത്? അതുതന്നെയാണ് അൻവറിനെ അടർത്തി കൊണ്ടുവരാനുള്ള ഗൂഢാലോചന. അതുതന്നെയാണ് LDFനെതിരായി ആ ഗൂഢാലോചനയിൽ അൻവർ പെട്ടു. അത് അന്നും ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ശരിയാണെന്നുള്ളത് പിന്നീടുള്ള കാലം തെളിയിച്ചു. ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ ഉറപ്പാവുകയാണ്. UDF അവർക്ക് അതിൽ പങ്കുണ്ടല്ലോ. UDFനും അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരുന്നതിന് UDFനും അതിൽ പങ്കുണ്ട്. അത് തന്നെ പറഞ്ഞു. അല്ല, അതിനൊക്കെ അത് വരട്ടെ. രാഷ്ട്രീയ നിലപാടെല്ലാം ആളുകളൊക്കെയല്ലേ. അൻവർ ഞങ്ങൾ മുമ്പിലൊരു വിഷയം അല്ല, അതൊക്കെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കും. അൻവർ ഞങ്ങൾക്കൊരു വിഷയമേ അല്ല ഈ തെരഞ്ഞെടുപ്പ്. അൻവറിന്റെ ഏതെങ്കിലും തരത്തിലുള്ള നിലപാടോ പ്രചരണമോ ഒന്നും ഞങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല. അൻവറിന്റെ തെറ്റായ നിലപാടിനെ തുറന്നു കാണിക്കാനും ജനങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി ജനങ്ങളെ അണിനിരത്താൻ ഈ സാഹചര്യം സഹായകരമായി. അത്രേ എന്റെ പ്രശ്നമുള്ളൂ. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ എല്ലാം വസ്തുതാവിരുദ്ധമായിരുന്നുവെന്ന് ജനം മനസ്സിലാക്കി കഴിഞ്ഞു. നിലമ്പൂർ മണ്ഡലത്തിൽ തുടർച്ചയായി 3ാം തവണയും LDF വിജയിക്കും. PV അൻവറിനെ ഒരു ഘടകമായി പോലും LDF കാണുന്നില്ല. പൊതുസമ്മതനായ സ്വതന്ത്ര സ്ഥാനാർത്ഥി വരുമോ എന്ന ചോദ്യത്തിന് ഉചിതമായ സമയത്ത് പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും ഇക്കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, അത് അദ്ദേഹത്തെ അല്ല, അതേക്കുറിച്ച് ഞാനിപ്പോൾ ഒരു വിവാദവും ഒരു നിലപാടൊന്നും പറയാൻ പോകുന്നില്ല. അതെല്ലാം കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ കേരളത്തിലുണ്ടല്ലോ. അത് ആ നിലയിൽ വരുന്ന ദിവസങ്ങളിലെല്ലാം ഇതിൻ്റെ സംഗതികളെല്ലാം വ്യക്തത വരുത്തി ജനങ്ങളുടെ മുമ്പിൽ വരും. ഇപ്പം നമുക്ക് എന്തെങ്കിലും പ്രതികരിക്കണമെന്നൊക്കെ അന്നേരം പറയും. ഇപ്പം അത് പ്രതികരിക്കാനായിട്ടുണ്ട്. എ+ വിഷൻ, നിലമ്പൂർ. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്. ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ്. ടോപ്പ് സ്പിൻ, റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, അക്വാ ലൂപ്പ് റോക്കറ്റ്, വേവ് പൂൾ, ഫാമിലി പൂൾ, കിഡ്സ് പൂൾ, അഡൽട്ട് പൂൾ, ചിൽഡ്രൻ സ്പ്ലാഷ്, ഫാമിലി സ്പ്ലാഷ് സ്ലൈഡ്, ഓപ്പൺ ബോഡി സ്ലൈഡ്, ക്ലോസ്ഡ് ബോഡി സ്ലൈഡ്, 16D തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ, ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.